ഉടൻ തന്നെ ട്രൂമാന്റെ ദേഹത്ത് മഴ പെയ്യുന്നു. എന്നാൽ ഈ മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ ട്രൂമാന്റെ ദേഹത്ത് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ. അതായത് ചുറ്റുപാടൊന്നും നനയുന്നുമില്ല. ട്രൂമാൻ നടന്നു നീങ്ങിയാൽ ട്രൂമാന്റെ കൂടെ മഴയും പോകുന്നു. സ്റ്റുഡിയോയിലെ ഒരു ടെക്നിക്കൽ എറർ കാരണമാണ് മഴ ഇങ്ങനെ ഉണ്ടായത്. എന്നാൽ പെട്ടെന്ന് തന്നെ അധികാരികൾ അത് ശരിയാക്കി ചുറ്റുപാടും മഴ പെയ്യിപ്പിക്കുന്നു. എന്നാൽ ഇത് ട്രൂമാനിൽ ഒരു സംശയമുണ്ടാക്കി. എന്തെന്ന് വെച്ചാൽ ചുറ്റുപാടൊന്നും എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് അയാൾ ചിന്തിക്കുന്നു. അതിനുശേഷം വീട്ടിലെത്തിയ അയാൾ ഭാര്യയോട് തനിക്ക് ചുറ്റും നടക്കുന്നതിൽ എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ റിയാലിറ്റി ഷോയിൽ ഭാഗമായ ഭാര്യ നമ്മളിവിടെ 5 വർഷമായി താമസിക്കുന്നതല്ലേ എന്നും നമുക്ക് കുറേ കടബാധ്യതയുണ്ടെന്നും പറയുന്നു. അതിനാൽ തന്നെ കൃത്യമായി ജോലിക്ക് പോകാൻ ഭാര്യ ആവശ്യപ്പെടുന്നു. എന്നാൽ അവളുടെ മറുപടിയിലും ട്രൂമാൻ സംതൃപ്തനായിരുന്നില്ല. പിറ്റേന്ന് മുതൽ വീണ്ടും പഴയ പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു. പത്രക്കടയിൽ നിന്ന് പത്രവും മാഗസീനും വാങ്ങി ഓഫീസിലേക്ക് ട്രൂമാൻ പോകുന്നു. എന്നാൽ വഴിയിൽ വെച്ച് അസ്വാഭാവികമായി ഒരാളെ കാണുന്നു ട്രൂമാൻ. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മരിച്ചുപോയ അയാളുടെ അച്ഛനായിരുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയ ട്രൂമാന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കുറേ ആളുകൾ വന്ന് അയാളെ ഒരു വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. വണ്ടി നിർത്താനായി വണ്ടിയുടെ പുറകെ അതിവേഗത്തിൽ ട്രൂമാൻ ഓടുന്നു. എന്നാൽ അയാൾക്കതിന് സാധിക്കുന്നില്ല. റിയാലിറ്റി ഷോയുടെ ഡയറക്ടർ റേറ്റിംഗ് കൂട്ടാനായി ചെയ്തൊരു പ്ലാനായിരുന്നു ഇത്. അവിടെ നിന്ന് ട്രൂമാൻ അമ്മയെ കാണാനായി പോകുന്നു. അമ്മയോട് താൻ അച്ഛനെ കണ്ടുവെന്നും അച്ഛൻ മരിച്ചിട്ടില്ല എന്നും അയാൾ പറയുന്നു. എന്നാൽ റിയാലിറ്റി ഷോയുടെ ഭാഗമായ അമ്മ അത് നിരസിക്കുന്നു. താനും അച്ഛനെ പലയിടങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും ഇതെല്ലാം നമ്മുടെ തോന്നലാണെന്നും അമ്മ പറയുന്നു.